ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് കിറുക്കോമേനിയ പിന്നെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിതാ T20 വേൾഡ് കപ്പ് ഒക്കെ അടിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്ത്യ. പിന്നെയും ബൈ T20 വേൾഡ് കപ്പ് ഇന്ത്യ അടിച്ചിട്ട് ഇപ്പൊ എന്നൊക്കെ 6-ാം ദിവസം 5-ാം ദിവസം എന്തോ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ്. ഒരു ടെക്നിക്കൽ ഡിഫിക്കൽറ്റി അല്ല, നിന്റെ ടൈം കിട്ടാൻ റെക്കോർഡ് ചെയ്യാണ്ടായ ഒരു ഡിലേ നിന്റെ ടൈം കിട്ടാനുള്ളതായിരുന്നു. ഓക്കെ, ഓഫ് കോഴ്സ് നീ 10th-ലാണ്, നിങ്ങൾക്ക് ക്ലാസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുകയാണ്, എഴുതാണ്ട് പഠിക്കേണ്ട, അതുകൊണ്ടാണ്. എനിഹൗ എക്സ്ക്യൂസ് ഈസ് ഓക്കെ. ബൈ ദ വേ, കൺഗ്രാറ്റുലേഷൻ മിസ്റ്റർ വിനു മൃദുൽ. എനിക്കെന്തിനാ കൺഗ്രാറ്റ്സ്? കാരണം നീ ആദ്യമായിട്ടാണ് ഒരു ക്രിക്കറ്റ് സീരീസ് തന്നെ കാണുന്നത്, അതും വേൾഡ് കപ്പ്, T20 വേൾഡ് കപ്പ്, ആൻഡ് യു ഹാവ് വൺ ദ ട്രോഫി അലോങ് വിത്ത് ദ ഇന്ത്യൻ ടീം. ബെസ്റ്റ് ഓഫ് ലക്ക് ആൻഡ് കൺഗ്രാറ്റുലേഷൻ. ഞാൻ കാണുന്ന എല്ലാം ടൂർണമെന്റ് അവർ ജയിക്കും. മതി, തള്ളല് വേണ്ട, നമുക്ക് തള്ളാതെ മെല്ലെ മുന്നോട്ട് പോവാം. ഓക്കെ. അപ്പോ എന്ത് തോന്നുന്നു? 255 ഹയസ്റ്റ് സ്കോർ ഇൻ ഫൈനൽ. ഇന്ത്യയുടെ ഹയസ്റ്റ് സ്കോർ ആണ്. ഇന്ത്യയുടെ ഹയസ്റ്റ് സ്കോർ 256. വേൾഡ് കപ്പിൽ 256 ആണ് അല്ലേ ലാസ്റ്റ് ടൈം? ഓക്കെ, അപ്പോ ഫൈനലില് അറ്റ്ലീസ്റ്റ് സോ ഇന്ത്യ വളരെ നല്ലൊരു ടോട്ടൽ സഞ്ജു ക്ലാസിക്സ്. ഓക്കെ, സഞ്ജു ക്ലാസ്, മാസ്റ്റർ ക്ലാസ് സഞ്ജു. 89 അൺലക്കി എന്ന് പറയാം, ഔട്ടായി പോയി, 2 വട്ടം പോയി. ഓക്കെ, സെഞ്ചുറി അല്ല ഇപ്പോൾ നമ്മുടെ ടീമിന്റെ കോച്ചും പറഞ്ഞല്ലോ, സെഞ്ചുറി മൈൽ സ്റ്റോൺസും അല്ല ഇപ്പോൾ ഇമ്പോർട്ടൻസ്. ഇറ്റ്സ് ലൈക്ക് ദേ ഹാവ് ടു പ്ലേ ആൻഡ് സ്കോർ ദ റൺസ്. ഓക്കെ, പക്ഷെ ആദ്യം ഞാൻ കാര്യം പറയട്ടെ, 4 ഓവർ അല്ല, അതിന്റെ ഇടയിൽ ഒരു ലാഗ് വന്നത് എപ്പോഴായിരുന്നു? നമ്മളെ 255 അല്ല, നമ്മൾ എനിക്ക് തോന്നുന്നു നേരത്തെ 270 വരെയൊക്കെ പോകും, ഒരു റെക്കോർഡ് വരെ പോകുന്നുള്ളതാണ്. മറ്റേ നീഷാം അറിഞ്ഞ ഓവറിൽ പോയി. അതെ, ആ ഓവറിൽ ഒരു 3 വിക്കറ്റ് പോയി. അത് കഴിഞ്ഞ പിന്നെ ഒന്ന് സ്ലാഗ് ആയി, ഒരു 3-4 ഓവർ അങ്ങനെ സ്ലോ ആയി പോയി. അവസാനത്തെ 2 ഓവറിലാണ് ദുബൈ വന്ന് അടിച്ചിട്ടത്. ദുബൈ ലാസ്റ്റ് ഓവർ 250 കയറില്ലാന്ന് തോന്നിയിട്ടാണ്. പക്ഷെ ദുബൈ 24 റൺസ് നിഷാമിന്റെ ഓവറിൽ അടിച്ചത്. നിഷാമിനെ തകർത്ത് കളഞ്ഞു. ഇനിയോ നല്ല റൺ റേറ്റിൽ പോയിരുന്നു, അതൊക്കെ കൊള്ളിച്ചു എക്കണോമി. പക്ഷെ ഈ വേൾഡ് കപ്പിലെ ഒരു മെയിൻ ഇതെന്ന് പറഞ്ഞാൽ സഞ്ജു. ഓക്കെ, സഞ്ജുവിനെ ഇപ്പൊ എല്ലാവരും പോഴ്ത്തി പ്ലെയർ ഓഫ് ദ മാച്ച് ആണ് എല്ലാം ഉണ്ടായി. പക്ഷെ നമ്മുടെ ഒരു ചോട്ടു ബായ് ഇഷാൻ കിഷൻ 2 വർഷത്തോളം ടീമിന് പുറത്തായിരുന്നു. T20 ഒന്നും കളിക്കാൻ പറ്റില്ല, കാരണം പുള്ളിക്ക് അന്നൊന്നും അത്രയും സ്കോർ ചെയ്യാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഒരു ലേസിനെസ്സിൽ പോകുന്നതുകൊണ്ട് ടീം മാനേജ്മെന്റ് പറഞ്ഞു, ഓക്കെ ബൈ, നീ പോയിട്ട് ഡെമോ എന്താ പറയാ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ഒക്കെ കളിച്ചിട്ട് വാ. അങ്ങനെ പോയി അവിടെയൊക്കെ കളിച്ച് വന്ന് അവനെ വീണ്ടും ഗില്ലിനെ ഒഴിവാക്കിയ സമയത്താന്ന് തോന്നുന്നു നമ്മൾ ഇഷാൻ കിഷനെ ആസ് എ സെക്കൻഡ് വിക്കറ്റ് കീപ്പർ. ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ സഞ്ജു ആണ്, സെക്കൻഡ് വിക്കറ്റ് കീപ്പർ റിസർവ് ആയിട്ടാണ് ഇഷാൻ കിഷൻ എടുത്തത്. പക്ഷെ ഇഷാൻ സഞ്ജു കോംബോ ഓൾമോസ്റ്റ് കിട്ടിയ ചാൻസ് എല്ലാം പൊളിച്ചെടുക്കി. ഇഷാൻ കിഷൻ 4th ഹൈസ്റ്റ് സ്കോർ 317 റൺസ് ഉണ്ട്. അതെ, പക്ഷെ ഇഷാൻ കുറച്ച് നമ്പർ ഓഫ് പ്ലേ കൂടുതൽ. 5 കളിയില് 320 അത് ഫസ്റ്റ് ഇന്ത്യൻ ആണ് ഇത് വേൾഡ് കപ്പ് സീരീസിൽ ഇത്രയും റൺസ്, അതും ചെറിയൊരു കുറച്ച് പ്ലേയില് കുറച്ച് മാച്ചുകളിൽ എടുത്തതെന്നുള്ളത്. കൺഗ്രാറ്റുലേഷൻ മിസ്റ്റർ സഞ്ജു. ഇഷാൻ കിഷന്റെ ഫൈനലിൽ ആ ക്യാച്ച് 3 ക്യാച്ച് കഴിഞ്ഞ പ്രാവശ്യം സെമിയിലുണ്ടായിരുന്ന അക്ഷർ പട്ടേൽ ഇഷാൻ കിഷൻ സൂപ്പർ ക്യാച്ചസ് ആയിരുന്നു. എല്ലാം 3 ക്യാച്ച് പിടിച്ച് നല്ല രീതിയിൽ. പക്ഷെ അപ്പൊ നോക്കുമ്പോ അങ്ങനെ പറഞ്ഞാലും ബൗളിങ്ങും ഒക്കെ നന്നായിരുന്നു. വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഓക്കെ, ദുബൈ ഒരു ക്യാച്ച് വിട്ടു. അപ്പൊ തന്നെ എനിക്ക് അപ്പോഴായിരിക്കും മറ്റേ സൂര്യകുമാർ എന്താ പറയാ, നീ ടയേർഡായി പുറത്ത് പോയിരുന്നോ ഒരു ചെറിയൊരു ശിക്ഷ കൊടുത്തു. എന്നാലും ദുബൈ ആ സമയത്ത് ഫയർ ചെയ്തിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ 255 കിട്ടില്ലായിരുന്നു. ഈച്ച് ആൻഡ് എവറി പേഴ്സൺ അവരൊരു നല്ല സ്കോറിങ്ങും നല്ലൊരു കോൺട്രിബ്യൂഷനും കൊടുത്തു. അതാണ് ടീം വർക്ക് എന്ന് പറയുന്നത്. അല്ലാതെ സഞ്ജു അല്ലെങ്കിൽ സൂര്യകുമാർ ഗംഭീർ എന്നുള്ള ആ ഒരു ഇതുകൊണ്ടല്ല. ആസ് എ ടീം ദേ പെർഫോം വെൽ ഇൻ ദ സീരീസ്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കപ്പ് ഇന്ത്യക്ക് ഉള്ളതായിരുന്നു എന്നുള്ളതാണ്. അതാണ് തട്ടിമുട്ടി ടോസുകൾ മാത്രമല്ല, ഒരു നിമിത്തം അല്ലെങ്കിൽ വേറൊരാൾ അല്ലെങ്കിൽ നമ്മൾ സഞ്ജു വീണ്ടും ഔട്ട് ഇൻ ആയിട്ട് പെർമനൻ്റ്ലി ആയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഞ്ജുവിലൂടെ ആയിരുന്നു നമുക്ക് നേടാണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഈ കളിയിൽ ഫൈനലിൽ അവർ നമ്മുടെ ബാറ്റ്സ്മാൻമാർ ആരും തന്നെ ഒരു മിസ്റ്റേക്കും ചെയ്തിട്ടില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. സൂര്യകുമാർ ഫസ്റ്റ് ബോളിന് എന്തിനടിക്കാൻ പോയത്, അതുകൊണ്ടല്ലേ ഔട്ടായത്.
പിന്നെ സഞ്ജുവിന്റെ ഒരു ക്യാച്ച് വിട്ടിട്ടുണ്ടായിരുന്നു, അത് ജസ്റ്റ് മിസ്കാൽക്കുലേഷൻ കാരണം പോയത്, അല്ലെങ്കിൽ സഞ്ജു ഔട്ട് ആവണ്ടായിരുന്നു തന്നെ. അല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിമിത്തങ്ങൾ അല്ലെങ്കിൽ ഒരു ഫെയ്ത്ത് അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു ഫാക്ടറും കൂടി ഉണ്ടല്ലോ. അത് വെറും ഒരു കളി കൊണ്ട് മാത്രം നമ്മൾ കളിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് എല്ലാ കപ്പും കിട്ടണമായിരുന്നു. പക്ഷെ അത് കിട്ടാതിരുന്നതും കഴിഞ്ഞ വേൾഡ് കപ്പ് ODI വേൾഡ് കപ്പ് പോയത് ഓസ്ട്രേലിയ ആയിട്ട് ഞാനൊന്നൊരു കാത്തു സൂക്ഷിച്ച കസ്തൂരി മമ്പഴൊക്കെ പാടിയുന്നില്ലേ. അപ്പൊ അതുപോലെയുള്ളതാണ്. പിന്നെ ന്യൂസിലാൻഡ് ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഹിസ്റ്ററിയുടെ പിന്നാലെ പോയി. ടോസ് കിട്ടിയാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആ ഒരു മൈൻഡ്, അത്രയും റൺസ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവര് പ്രഷർ അങ്ങോട്ട് ഇതായി. അതെന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരായിരുന്നു ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ 2 ഓപ്പണേഴ്സും ക്രാക്കിംഗ് കണ്ണുമൂടി അവർക്ക് അടിക്കായിരുന്നു. പക്ഷെ ഇത് എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പണേഴ്സ് ഫെയിൽ ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു സ്കോറർ അപ്പൊ അവർക്ക് അടിക്കാം. അത് ഇന്ത്യക്കും അറിയായിരുന്നു. അതാണ് ഒരു മെന്റൽ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ. മെന്റലി നമ്മള് ഒപ്പോണന്റിനെ എന്താ പറയുക തോൽപ്പിക്കാൻ അവരുടെ മാനസിക സമ്മർദ്ദം എടുക്കുക, അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേഷൻ കളയുക എന്നുള്ളതൊക്കെ. അതാണ് നമുക്ക് ആദ്യം ഉണ്ടായത്. നമ്മുടെ ആളുകൾ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ സമയത്ത് മാറ്റ് ഹെൻറി ആണെങ്കിലും വേറെ ആരായിരുന്നു, നമ്മുടെ രജിൻ രവീന്ദ്ര ആണെങ്കിലും എല്ലാവരും അവർ ഓരോരുത്തരെ നോക്കിയിട്ട് ലോക്കി ഫെർഗ്യൂസനെ വൈഡ് എല്ലാം പോയിട്ട് അവരുടെ ടോട്ടൽ ഔട്ടായി. അവർ ഫസ്റ്റ് 4 ഓവർ കഴിഞ്ഞപ്പോൾ തന്നെ ഓൾമോസ്റ്റ് അവർ തോൽവി സമ്മതിച്ച പോലെ. ഫസ്റ്റ് ബാറ്റിംഗിൽ ഇന്ത്യ ഒരു 4 ഓവറിൽ 50 കഴിഞ്ഞ് ക്ലോസ് ചെയ്ത സമയത്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഭിഷേക് 51 എത്രയല്ലേ? അഭിഷേക് 50-ക്കല്ല ഇവിടെ പ്രാധാന്യം. അഭിഷേകിന് അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയി. ആൻഡ് ഇതിപ്പോ രസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഭിഷേക് ഇപ്പൊ ഫോം ആയതുകൊണ്ട് IPL ഹൈദരാബാദിന് അതൊരു നല്ലതായിട്ടുണ്ടാവും. കാരണം ഇതുവരെ അഭിഷേക് ഇങ്ങനെ ടച്ചില്ലാതെ നിൽക്കായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പൊ റിങ്കുവിന്റെയും കാര്യം. റിങ്കു ടീം മാറിയതാണ്, ചെന്നൈക്ക് വരെയാണ്. അപ്പൊ ആദ്യം റിങ്കു 0-0-0 ഔട്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരും കരുതിയിട്ടുണ്ടാവും ചെന്നൈ പോയി, ഇത് വെറുതെ ആയി എന്നുള്ളത്. പക്ഷെ ഇപ്പൊ റിങ്കു ഒരു ടീം മേക്കർ ആയിട്ടാണ് ചെന്നൈയിലേക്ക് വരുന്നത്. ഓക്കെ, പിന്നെന്തായിരുന്നു അവിടെ? പിന്നെ അക്ഷർ പട്ടേൽ, വരുൺ ചക്രവർത്തിക്ക് വരും പവർ പ്ലേയിൽ വന്നത്, അത് ഒരു നല്ല തീരുമാനം. ആക്ച്വലി എന്താണെന്നുണ്ടെങ്കിൽ അക്ഷർ പട്ടേൽ ഇപ്പോൾ വരുൺ ചക്രവർത്തിനെ സൂപ്പർ സീഡ് ചെയ്തു. ബേസിക്കലി ഉണ്ടായത് എന്താ അങ്ങനെ എനിക്ക് തോന്നുന്നു. കാരണം വരുൺ ചക്രവർത്തി ആയിരുന്നു പവർ പ്ലേയുടെ ബോൾ എറിയാൻ വരുന്നതും വിക്കറ്റ് എടുത്തതും. പക്ഷെ വരുൺ ചക്രവർത്തി ഇപ്പൊ കഴിഞ്ഞ ഒരു 5 കളിയായിട്ട് വളരെ അതെ നമ്പർ 1 ആണെന്ന് പറഞ്ഞിട്ട് കാര്യം. ഇപ്പൊ നമ്പർ 1 പോകും തോന്നുന്നു. പോകുന്നുണ്ടാവും. അപ്പോ ആ ഒരു കോൺഫിഡൻസ് തിരിച്ചു കിട്ടണം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ വരുൺ ചക്രവർത്തിക്ക് IPL നല്ലൊരു കളി കളിക്കണം. അതെ, പിന്നെ ബുംറ പഴയതുപോലെ തന്നെ മാജിക്കൽ. ബുംറയായിട്ട് വേറെ ഒന്നും പറയാല്ലേ, കാരണം ബുംറ ഈസ് ബുംറ. ബുംറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ബൗളറെ ഇനി റീപ്ലേസ് ചെയ്യാൻ ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു ജമ്മു കാശ്മീരിന്റെ ഒരു പ്ലെയർ, നല്ലൊരു പ്ലെയർ ഇപ്പൊ വരുന്നുണ്ട്. അതിനിപ്പോ അവർ എടുക്കുമെന്നറിയില്ല. ആക്യുബ് നബി എന്നെന്തോണ് പേര്. ആക്യുബ് നബി എല്ലാം 5 ഇപ്പൊ ജമ്മു കാശ്മീർ എത്രയോ കാലങ്ങൾക്ക് ശേഷം ലൈഫിൽ ഫസ്റ്റ് ടൈം ഇപ്രാവശ്യം രഞ്ജി ട്രോഫി കളിച്ച് ഫൈനൽ കളിച്ച് കർണാടക അത്രയും വലിയൊരു ടീമിനെ അവര് തോൽപ്പിച്ച് അവര് വിക്കറ്റ് എന്താ പറയാ കപ്പ് എടുത്തു. അതിലെന്ന് പറഞ്ഞാൽ ആക്യുബ് നബി എന്ന് പറഞ്ഞ ഒരു ബൗളർ ഉണ്ടായിരുന്നു, ഫാസ്റ്റ് ബൗളർ. കൺസിസ്റ്റന്റ് ആണ്, ഓൾമോസ്റ്റ് 5 വിക്കറ്റ് ആണ്. അപ്പോൾ ഒരു ചാൻസ് ഉണ്ട്. ബട്ട് അവരെങ്ങനെ സെലക്ടേഴ്സ് അത് കണ്ടുപിടിച്ച് കൊണ്ടുവരുമോ എന്നുള്ളത് അറിയില്ല. എങ്ങനെയായാലും നമ്മുടെ ട്രയോ അഭിഷേക്, സഞ്ജു, ഇഷാൻ ട്രയോ ഏകദം ഹയസ്റ്റ് ഗ്രാഫിൽ തന്നെയായിരുന്നു ഈ സീരീസ് മൊത്തം പോയത്. റിങ്കു ഇനി ടീമിൽ കളിക്കും. റിങ്കുവിന് ആക്ച്വലി ഒരു ബാഡ് ലക്ക് ഉണ്ടായി, പേഴ്സണലി ഒരു പ്രോബ്ലം ഉണ്ടായി. അപ്പോൾ ആ സമയത്തൊക്കെയാണ് നമ്മുടെ സഞ്ജുവിന് കയറാൻ പറ്റിയത്. അതായത് റീസൺസ് ആർ ബിഹൈൻഡ് ടു കം എ റീസൺ, അതാണ്ടായത്. അപ്പോൾ ഒരാൾക്കൊരു ഇതുണ്ടായപ്പോൾ അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന്. പക്ഷേ റിങ്കു നല്ല ടാലന്റഡ് ആണ്. പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിങ്കുവിൻ്റെ ആ പ്ലേസ് ശിവൻ ദുബെ എടുത്തു. കാരണം ലാസ്റ്റ് വന്ന് അടിക്കുക എന്നുള്ളത് ശിവൻ ദുബയുടെ ഒരു ഹാബിറ്റായി. അപ്പോൾ അതുകൊണ്ട് ഇനി അറിയില്ല എന്താണെന്നുള്ളത്. കാരണം നമ്മുടെ ഇതിൽ ഒരുപാട് ആളുകളുണ്ട്, നല്ല ബാറ്റ്സ്മാനും ബൗളേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ലെറ്റ് us see. ആദ്യത്തെ 4 ഓവർ ഇന്ത്യ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഒരു 1 സൈഡ് കളിയായി മാറി. അതല്ലേ ഞാൻ പറഞ്ഞത്, 4 ഓവർ കഴിഞ്ഞപ്പോൾ തന്നെ അഭിഷേക്, സഞ്ജു, ഈശ 3 പേരും അങ്ങോട്ട് കോൺഫിഡൻസ് തന്നെ ഇല്ലാതാക്കി ബോളേഴ്സിന്റെ. അവിടെയാണ് അവർ ന്യൂസിലാൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക് പറയുന്നത്. അവരാണ് ഫസ്റ്റ് ബാറ്റ് ചെയ്തിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്ത്യക്ക് ഈ മാച്ച് വിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഒരാൾ ഒന്ന് ചീഞ്ഞാലാണ് മറ്റൊന്നിന് വളമാവുക എന്നുള്ളത് പറയാറുണ്ട്. ഓക്കെ, അതുപോലെയാണ് ഇപ്പോൾ ഉണ്ടായത്. ന്യൂസിലാൻഡിന്റെ അല്ലെങ്കിൽ അതിന് മുന്നേ ഇംഗ്ലണ്ടിന്റെ ഒരു ഡിസിഷൻസ് ആണ് ഇന്ത്യനെ മുന്നോട്ട് കൊണ്ടുപോയത്. രച്ചിൻ രവീന്ദ്ര ആദ്യമൊക്കെ നന്നായി കളിച്ചിരുന്നു. അയാളുടെ പേര് രച്ചിൻ വരാൻ എന്താ കാരണം?
നിനക്കറിയാലോ, ഞാൻ പറഞ്ഞില്ലായിരുന്നു. മറ്റേ രാഹുൽ ദ്രാവിഡിന്റെയും സച്ചിന്റെയും അതല്ലേ? അതന്നെ, രാഹുലിന്റെ രായും സച്ചിന്റെ ചിന്നും ചേർത്തിട്ടാണ് രച്ചിൻ എന്നുള്ളത് അച്ഛൻ ഇട്ടത്. രച്ചിന്റെ അച്ഛൻ കർണാടകയിൽ നിന്ന് എന്തോ ജോലിക്കാര്യത്തിന് വേണ്ടി ന്യൂസിലൻഡിൽ പോയതാത്രേ. അവിടെ വെച്ചിട്ടാവും പിന്നെ ബോൺ ആൻഡ് ബോട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ആൾക്കാര് പറയുന്നുണ്ടായിരുന്നു കന്നഡ മനസ്സിലായി, ഒരു ഇന്റർവ്യൂവിൽ കളി കഴിഞ്ഞിട്ട് കന്നഡ മനസ്സിലായി, നമ്മുടെ കന്നഡയ്ക്ക് വരും, KKR വേണ്ടി കളിക്കാൻ, KKR RCB വേണ്ടി കളിക്കുന്നൊക്കെ പറയുന്നുണ്ട്. നല്ല അയാൾ ഏതോ ഒരു ടീമിൽ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ നല്ലൊരു പ്ലെയർ ആണ്. ബട്ട് ഇന്ത്യയുടെ അടുത്ത് വന്നപ്പോ കോൺഫിഡൻസ് പോയി, അതുണ്ടായത്. പക്ഷെ അവരുടെ ക്യാപ്റ്റൻ സാൻഡർ, അയാള് ഇപ്പൊ ഈവൺ അന്ന് ന്യൂസിലാൻഡിന്റെ ഒരു 5 മാച്ച് ഉണ്ടായിരുന്നല്ലോ T20, അതിലാണെങ്കിലും ആള് നന്നായി കളിച്ചിട്ടുണ്ട്. അവരുടെ ബാറ്റ്സ്മാൻ, അയാളൊരു ബൗളറാ ശരിക്കും പറഞ്ഞ. പക്ഷെ ഫൈനലിൽ അയാള് പറ്റുന്നത്ര അടിക്കാനും നോക്കി, ബോളും ചെയ്തു നന്നായിട്ട്. അത് വേറൊരു കാര്യം അറിയോ, ഈ മോസ്റ്റ് വിക്കറ്റ്സ് സീരീസിൽ ആർക്കാ? നമ്മുടെ ബുംറയ്ക്കും വരും ചക്രവർത്തി. പക്ഷെ അവർ 9 കളി കളിച്ചിട്ടാണ് 14 വിക്കറ്റ് എന്തോ എടുത്തത്. ബുംറ എനിക്ക് തോന്നുന്നു 8 കളി കളിച്ച്, വരും ചക്രവർത്തി 9 കളിച്ചിട്ടുണ്ടാവും, എന്നിട്ടാണ് 14. അവർ 4 കളിയിൽ 13 വിക്കറ്റ് എടുത്ത മറ്റേ USA ലീഗ് കളികളില് USA ആളുണ്ടല്ലോ, എന്താ പേര്, ആളായിരുന്നു ഫൈനലി വരെയും ഹയസ്റ്റ്, അയാളുടെ റെക്കോർഡ് പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അയാൾ നല്ലൊരു ബൗളറായിരുന്നു. അതൊക്കെ അയാളൊന്നും IPL ഭാവം വന്നിട്ടില്ല. പക്ഷെ ഇനിയിപ്പോൾ IPL മാമാങ്കം തുടങ്ങാൻ പോവാണ്, അതാണ്. പിന്നെ ഇനിയിപ്പോ എന്താ അതിൽ പറയാനുള്ളത്? അതിനെ വിലയിരുത്താൻ അത് ഫസ്റ്റ് ബാറ്റിംഗ് നമ്മള് അവര് കൊടുത്തത്. പിന്നെ ഞാൻ ഇപ്പോ അഭിഷേക് ഒരു വിക്കറ്റ് എടുത്തുവല്ലോ, ലാസ്റ്റ് ഓവർ കൊടുത്ത. അപ്പൊ ഞാൻ അതിന് മുന്നേ പറഞ്ഞിരുന്നു, ദുബായ് ഫെയിൽ ആയിരുന്ന സമയത്ത് അഭിഷേകിനെ എന്തുകൊണ്ട് കൊടുത്തില്ല സീരീസിൽ, ഒന്ന് ട്രൈ ചെയ്യായിരുന്നു. രജിൻ രവീന്ദ്ര ഇതുപോലെ ഒരു ചാൻസിൽ നിൽക്കുമ്പോഴാണ് അവരെ പിടിച്ചിട്ട് രജിൻ രവീന്ദ്രയ്ക്ക് കൊടുത്ത് കുറെ വിക്കറ്റ് എടുത്തു. ചിലതിൽ 4-3 എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് 2-3 മാച്ചസിൽ നല്ല വിക്കറ്റ് എടുത്തു. ലാസ്റ്റ് അപ്പൊ അഭിഷേകിനെ ഒരു പാർട്ട് ടൈം ബൗളറായിട്ട് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. ഒരു വിക്കറ്റ് എടുത്തു. പിന്നെ ഒരു ബിലീവ് ഉണ്ടായിരുന്നു, ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, അഹമ്മദാബാദ് നമ്മൾ ഒരിക്കലും ജയിക്കാറില്ല, നമ്മൾ തോറ്റുപോവാണ് മെയിൻ മാച്ചസ് എല്ലാം. അതെല്ലാം അവര് അതിന്റെ ഇടയ്ക്ക് ഹോട്ടലിൽ മാറി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ, ഒരു വിശ്വാസം, എല്ലാം വിശ്വാസങ്ങളാണ്. അപ്പൊ എല്ലാം അത് ഇന്ത്യക്ക് ഏകദേശം നല്ല രീതിയിൽ വന്നു. അപ്പോഴാണ് അത് നന്നായി പോയത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയമാണ് ബിഗ്ഗസ്റ്റ് എന്നുള്ളത് അറിയോ? അച്ഛൻ പറഞ്ഞില്ലേ? അപ്പോ അത് ബിഗ്ഗസ്റ്റ് സ്റ്റേഡിയം ആയിരുന്നു. അവിടെ ഇന്ത്യ തോൽക്കും എന്നുള്ളതായിരുന്നു. അതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ത്യ വീണ്ടും ഒരു T20 കിരീടം ഉയർത്തിയിരിക്കുകയാണ്. ഹാർഡ് വർക്കും സപ്പോർട്ടും സക്സസിക്ക് ലീഡ് എന്ന് പറഞ്ഞത് അത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് സഞ്ജു ആണ് ഹീറോ എന്ന്. ഞാനപ്പോൾ മനസ്സിൽ കരുതിയുന്ന ഒരു കാര്യമുണ്ട്, സഞ്ജു കേപ്പബിൾ ആണ്. സഞ്ജു കുറെ ആയിട്ട് പുറത്തു നിന്നിരുന്ന ഒരാളാണ്. ആ സമയത്ത് ആ ടീം സപ്പോർട്ട്, മാനേജ്മെന്റിന്റെ സപ്പോർട്ട് ഇല്ല. ഓക്കെ സോറി സഞ്ജു, നിങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല, യു ക്യാൻ ഗോ ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ വെച്ചിട്ട് സഞ്ജുവിന്റെ കാരിയർ ഫുള്ള്, ഈവൻ IPL കാരിയർ വരെ ചിലപ്പോൾ ഡൗട്ടിലായിരുന്നു. അപ്പോൾ വെറും ഒരു കാപ്പബിലിറ്റി ഉള്ള, അത് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ടീം കയറി പറ്റാത്ത ഒരുപാട് ആളുകൾ പുറത്തു നിൽക്കുന്നുണ്ട്. കാരണം ഈ 150-130 കോടി ജനങ്ങളിൽ നിന്ന് എത്രയോ നല്ല പ്ലെയേഴ്സ് ഉള്ളവര്. അപ്പോൾ വെറും ഒരു കാപ്പബിലിറ്റി കൊണ്ടോ അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി കൊണ്ടോ മാത്രം നമുക്ക് എവിടെ എത്തിച്ചേരാൻ പറ്റില്ല. നമ്മളെ അത് റിയലൈസ് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കാൻ ഒരു ടീം അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനുള്ളൊരു ചാൻസ് കിട്ടുകയും നമ്മളത് പ്രൂവ് ചെയ്യുകയും ചെയ്യാം. ചാൻസ് കിട്ടിയതിന് ശേഷം നമ്മളത് പ്രൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഇറ്റ്, എൻഡ് ഓഫ് ദ കരിയർ ആയിരിക്കും. അതിപ്പോൾ ക്രിക്കറ്റിൽ മാത്രമല്ല, നമ്മുടെ ലൈഫിലും നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും പഠനത്തിലാണെങ്കിലും എല്ലാവരും മനസ്സിൽ കരുതണം. എസ്പെഷ്യലി നിന്നെ പോലുള്ള യങ് ജനറേഷൻ. ഓക്കെ, ജെൻ സി, ജെൻ ബി, ജെൻ ഇ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ദീസ് എത്തിക്സ് ആർ ഓൾവേസ് കോമൺ. ഓക്കെ. പിന്നെ സഞ്ജു വന്നതൊരു ഇപ്പോൾ ബിഗ് ബോസിലൊക്കെ വൈൽഡ് എൻട്രി എന്ന് പറഞ്ഞിട്ട് വരുന്ന പോലെയാണ് സഞ്ജു വന്നത്. പക്ഷെ സഞ്ജു ലേറ്റാ വന്നാലും ലേറ്റസ്റ്റ് പോലെയാണ് വന്നത്. അപ്പോൾ അതുണ്ടായിരുന്നു. പിന്നെ ഗൗതം ഗംഭീർ പ്ലെയർ നല്ല പ്ലെയർ ആയിരുന്നു. ഗൗതം ഗംഭീർ ഒരുപാട് ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. 2 വേൾഡ് കപ്പ് നേടിയ ടീമിലെ അംഗമായിരുന്നു. അതും ഗൗതം ഗംഭീർ നല്ല രീതിയിൽ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. 2007 വേൾഡ് കപ്പ്, T20 വേൾഡ് കപ്പ്, ഫസ്റ്റ് ടൈം നമുക്ക് T20 ഫസ്റ്റ് വേൾഡ് കപ്പ് ആയിരുന്നു T20യുടെ. ധോണിയായിരുന്നു ക്യാപ്റ്റൻ. പക്ഷെ അതിലെ ഫൈനലിലെ ഗൗതം ഗംഭീറാണ് 50 ബോളിൽ 75 റൺസ് എടുത്തത്. 54 സംതിങ്. ഓക്കെ, 70 റൺസ് എടുത്ത് എനിക്ക് ഓർമ്മയില്ല. അതുപോലെ തന്നെ 2011 വൺ ഡേ
അതും ധോണിയായിരുന്നു ക്യാപ്റ്റൻ. അതിലും ഗൗതം ഗംഭീർ ഈ പറഞ്ഞ പോലെ മൈൽ സ്റ്റോൺ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് 97 റൺസ് എടുത്തിട്ടാണ് ഗൗതം ഗംഭീർ അതിൽ നിന്ന്. അപ്പോൾ ഒരു കോച്ച് എന്ന രീതിയിൽ ഇതുകൊണ്ടാണ് ഗൗതം ഗംഭീറിന് ഷൈൻ ചെയ്യാൻ പറ്റുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ ആ ഫീൽഡിലെ, അതാണ് കോച്ചുകൾക്കും മാനേജർക്കും ഒക്കെ വേണ്ട ഒരു ക്വാളിറ്റി. അവരെ തിരിച്ചറിയാനും അല്ലെങ്കിൽ അവരുടെ മിസ്റ്റേക്സ് മനസ്സിലാക്കാനും ഒക്കെ ഫീൽഡിൽ നിന്ന് പോയതാണ്. കയ്യിലെ തഴമ്പ് നോക്കിയിട്ടാണ് എക്സ്പീരിയൻസ് എന്ന് മുന്നേ പറയുമായിരുന്നു. പണ്ടൊക്കെ പറയുന്നിട്ടുണ്ട്, ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് അറബികളൊക്കെ നമ്മുടെ ഷേക്ക് ഹാൻഡ് തരുമ്പോൾ കൈ ഇങ്ങനെ തടവുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ കയ്യിൽ തഴമ്പുണ്ടോ, പണിയെടുത്ത് വന്നതാണോ എന്നുള്ളത് അറിയാനാ. ഓക്കെ, വെറും വളരെ സ്മൂത്ത് ആയിരിക്കുകയാണെങ്കിൽ ഇവൻ പണിയൊന്നും കൊടുത്തിട്ടില്ല, അത് മനസ്സിലാവും. അപ്പൊ അതുപോലെയാണ് ഗൗതം ഗംഭീറിന്റെ ഒരു ക്യാപ്റ്റൻസി കോച്ച് എന്നുള്ള രീതിക്ക് ആ അഗ്രസീവും ഇതും അല്ലെങ്കിൽ എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ നിർഗിക്കണ്ട, കാരണം വേൾഡ് കപ്പ് കഴിഞ്ഞ് 5-6 ദിവസമായി, ഇപ്പോഴാണ് നമ്മൾ ഇതിടുന്നത്. അപ്പോൾ എല്ലാറ്റിനും കൺഗ്രാറ്റുലേഷൻസ്. IPL നമുക്ക് IPL പൊളിക്കാൻ വേണ്ടി എല്ലാവർക്കും നടക്കട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. സഞ്ജുവിനെ വീണ്ടും ODI ക്യാമ്പിൽ കാണാൻ ഇടപെടട്ടെ എന്നെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ ബൈ. താങ്ക് യു വെരി മച്ച്. ഒരു മാസത്തെ എഫേർട്ടിന് ഇവിടെ നമ്മൾ തിരശ്ശീല ഇടുകയാണ്. കൺഗ്രാറ്റുലേഷൻ. സമയങ്ങളാതെ പഠിക്കുക, ക്രിക്കറ്റും കൊണ്ട് നടക്കല്ലോ. ഓക്കെ, വെൻ വെറെവർ ഇറ്റ് ഈസ് റിക്വയർഡ് ലെറ്റ് us do it. Thank you. Bye guys. Thank you.